വാല്യൂസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് സിസ്റ്റം ഓഫ് ചെക്ക് ആൻഡ് ബാലൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തെ കുറിച്ചിട്ടും സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ കൺട്രോൾ ഓർ എക്സിക്യൂട്ടീവ്. ഇനി അത് മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കേട്ടോ. അതായത് ഈ എക്സിക്യൂട്ടീവിന് മേലിൽ വരുന്ന ലെജിസ്ലേറ്റീവ്, അതായത് നിയമനിർമ്മാണത്തിൻ്റെയും ജുഡീഷ്യറിയുടെയൊക്കെ ഒരു നിയന്ത്രണത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിന് പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് അതിൻ്റെ അധികാരത്തിൽ തുടരാൻ പറ്റുള്ളൂ. അതിന് പുറമെ എക്സിക്യൂട്ടീവിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെയൊക്കെ ഒരു നിയന്ത്രണം ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ പോയിൻറ്റ്സൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ആർട്ടിക്കിൾ 61, അതായത് 61 പ്രകാരം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവനായിട്ട് അറിയപ്പെടുന്നത് പ്രസിഡൻറ്റിനെയാണല്ലോ. ഈ പ്രസിഡൻറ്റിനെ പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആണ് ഈ ഒരു ആർട്ടിക്കിൾ 61 നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നത് കേട്ടോ. ദെൻ ആർട്ടിക്കിൾ 75 അനുസരിച്ച് മന്ത്രിമാരുടെ കൗൺസിൽ ലോകസഭയോട് കൂട്ടായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് നൽകുന്നത്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവിനകത്തുള്ള ക്വസ്റ്റ്യൻ അവേഴ്സ്, അതായത് നമ്മൾ ചോദ്യോത്തരങ്ങൾക്കൊക്കെ ഉള്ളൊരു സമയമുണ്ട്. ആ ചോദ്യോത്തര വേള എന്ന് തന്നെ ഞാനത് പറയാം കേട്ടോ. അങ്ങനെയുള്ള ചോദ്യോത്തര വേള, അവിശ്വാസ പ്രമേയങ്ങൾ, ബജറ്റുകൾ, അംഗീകാരം തുടങ്ങിയിട്ടുള്ള നിയമനിർമ്മാണത്തിൻ്റെ ഈ ഒരു ഉപാധികൾ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിയമസഭയെ അനുവദിക്കുന്നുണ്ട്. അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണ്? ജുഡീഷ്യൽ അവലോകനം. എക്സിക്യൂട്ടീവിൻ്റെ ഏതൊരു പ്രവൃത്തിയെയും ഭരണഘടനയുടെ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭരണഘടനാ സാധ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യറിയെയാണ് അധികാരപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ അത് ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൻ്റെ ഒരു ലംഘനമായിട്ടൊക്കെയാണ് കണ്ടെത്തുന്നത് കേട്ടോ. അങ്ങനെ കോടതിക്ക് ആ ഒരു പ്രവൃത്തി അസാധുവാക്കിയിട്ട് അല്ലെങ്കിൽ അസാധുവാണ് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ നടത്താനുള്ളൊരു കഴിവ് കൂടെയുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ഈ ആർട്ടിക്കിൾ 32-ലും 226 അനുസരിച്ച് എക്സിക്യൂട്ടീവ് നടപടിക്കെതിരെ റിട്ടുകളും ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കൊക്കെ അധികാരം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ ലെജിസ്ലേച്ചർ. അതായത് നിയമസഭയോട് നമ്മുടെ എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കൊക്കെയുള്ള ഒരു എന്തൊക്കെ രീതിയിലുള്ളൊരു കൺട്രോളാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത് നോക്കാം കേട്ടോ. ആർട്ടിക്കിൾ 85 പ്രകാരം നമ്മുടെ പാർലമെൻറ്റിൻ്റെ സഭകളുണ്ടല്ലോ, അതായത് നമ്മുടെ ലോകസഭ, രാജ്യസഭ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 സഭകളും വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഒരു പ്രൊലോഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിന് മാത്രമാണുള്ളത്. പാർലമെൻറ്റിൻ്റെ അതായത് പാർലമെൻറ്റിൽ പല സമയത്തും പല രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാവുക. പ്രത്യേകിച്ച് അവിടെയുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കാണാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അത് പിരിച്ചുവിടാനുള്ള അധികാരവും നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് പാർലമെൻറ്റിൽ തീർപ്പ് കൽപ്പിക്കാത്ത ബില്ലുകളെ കുറിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ ഏത് സഭയ്ക്കകത്തായാലും ഒരേപോലെയുള്ള ഒരു, അതായത് അതിൻ്റെ ഒരു സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അന്തിമ തീരുമാനം എന്നൊക്കെ പറയുന്നതിനുള്ള ഒരു അവകാശമുള്ളത് രാഷ്ട്രപതിക്കാണ് അധികാരം നൽകുന്നത്. അത് ആർട്ടിക്കിൾ 86 പ്രകാരമാണ് ഉള്ളത് കേട്ടോ. അടുത്തതിൽ പറയുന്നത് ആർട്ടിക്കിൾ 103 അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെയൊക്കെ അയോഗ്യരാക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുന്നതും പ്രസിഡൻ്റാണ്. അതായത് ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മളെ നോമിനേഷൻ പട്ടികയിലേക്കൊക്കെ തിരഞ്ഞെടുക്കുമല്ലോ,
ആ ഒരു സമയത്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട്, അതായത് നമ്മളെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു ആളുണ്ടാവില്ല, ആ ഒരു മെമ്പറെ കുറിച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിലൊക്കെ പെട്ടിട്ടുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും നമ്മുടെ പ്രസിഡൻ്റാണ്. ഓക്കെ. അടുത്തതായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 111 പ്രകാരം പ്രസിഡൻറ്റിന് വീറ്റോ അധികാരം പ്രഖ്യാപിക്കുന്നുണ്ട്. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന് സമ്പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ സസ്പെൻഷൻ, പോക്കറ്റ് വീറ്റോ എന്നിവയ്ക്കുള്ള അധികാരം പ്രസിഡൻറ്റിന് നൽകുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് പാർലമെൻറ്റ് സമ്മേളനത്തിലില്ലാത്തപ്പോൾ ഈ ഓർഡിനൻറ്റുകൾ പ്രഖ്യാപിക്കാനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ആർട്ടിക്കിൾ 123 പറയുന്നത് കേട്ടോ. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഏതൊരു നിയമത്തിൻ്റെയും ഭരണഘടനാ സാധ്യത പരിശോധിക്കാൻ ജുഡീഷ്യൽ അവലോകം ജുഡീഷ്യറിയാണ് അധികാരപ്പെടുത്തുന്നത്. കൂടാതെ തന്നെ അത് ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് നിയമം അസാധുവാക്കിയിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്തതായിട്ട് പറയുന്നത് അതായത് ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള, അതായത് അടിസ്ഥാന ഘടനയുടെ രൂപപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും ഭാഗങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ അമെൻഡ്മെൻ്റ് എന്നൊക്കെ പറയില്ലേ, ഭേദഗതി എന്നൊക്കെ, ഈ ഒരു ഭാഗങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന സമയത്ത് പാർലമെൻറ്റിനെ തടയുന്നുവെന്ന് സുപ്രീം കോടതി ഭരണഘടനയിൽ ഊന്നി പറയുന്ന അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തിലൂടെ പറയുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 32 226 അനുസരിച്ച് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എക്സിക്യൂട്ടീവിന് റിട്ടുകളും നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കാനുള്ളൊരു അധികാരം കൂടെ നൽകുന്നുണ്ട് കേട്ടോ. അടുത്തത് നോക്കുന്നത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൺട്രോൾ ഓവർ ദ ജുഡീഷ്യറി. ജുഡീഷ്യറിക്ക് മേലിൽ എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേറ്റീവിൻ്റെയും ഒക്കെ നിയന്ത്രണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത് കേട്ടോ. ഭരണഘടന തന്നെ എക്സിക്യൂട്ടീവിനും നിയമസഭയ്ക്കും ജുഡീഷ്യറിയുടെ മേലിൽ നിയന്ത്രണം പ്രയോഗിക്കാനുള്ള ആവശ്യ അധികാരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയൊക്കെ ജഡ്ജിമാരെ നിയമിക്കാൻ നമ്മുടെ പ്രസിഡൻറ്റിന് അധികാരം നൽകുന്നതാണ് ആർട്ടിക്കിൾ 124 217 കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലൊക്കെ ജഡ്ജിമാരെ 2 സഭകളുടെയും പ്രസംഗത്തിന് ശേഷമാണ് ഈ ഒരു രാഷ്ട്രപതിക്ക് അതായത് ഈ 2 ആളുകളെയും അവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ, റിമൂവ് ചെയ്യണമെങ്കിലും പ്രസിഡൻറ്റിനാണ് പറ്റുക. സുപ്രീം കോടതി ആകെ അംഗബല നിയമസഭയാണ് നിർദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് സുപ്രീം കോടതിയിലുള്ള ആളുകളുടെയൊക്കെ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലുള്ള ഒരു സ്ട്രെങ്ത്തിനെ നമുക്ക് നിർദ്ദേശിക്കുന്നത് ലെജിസ്ലേറ്റീവിലുള്ള അംഗങ്ങളാണ്. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ്. അതായത് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ, നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്നൊരു വാക്കാണല്ലേ മനുഷ്യാവകാശങ്ങൾ എന്നൊക്കെ. ഒരു വ്യക്തിയുടെ ജനനം മുതൽ ആ ഒരു ആൾക്ക് ലഭിക്കുന്ന ഒരു അവകാശമാണ് മനുഷ്യാവകാശം എന്നുകൊണ്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് എന്നല്ല, അതായത് ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം മുതലേക്ക് തന്നെ എന്താണ് ആ ഒരു കുട്ടിയുടെ അവകാശങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണുള്ളത്. അതായത് ഒരാൾക്ക് പ്രത്യേക ഒരു അവകാശമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ആളുകൾക്കും എന്താണ് ഒരേപോലെയുള്ള അവകാശങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. മറ്റ് അവകാശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു അവകാശങ്ങൾ, അതായത് മനുഷ്യാവകാശങ്ങൾ ഒരു സാർവത്രികവും അതേപോലെ തന്നെ അവിഭാജ്യവുമായിട്ടാണ് കണക്കാക്കുന്നത്. അതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. കാരണം ഇതൊരു
എന്താ പറയുക, ഒരു മാന്യമായിട്ടുള്ളൊരു മനുഷ്യജീവിതം ലഭിക്കുന്നതിന് മനുഷ്യാവകാശങ്ങൾ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ആവശ്യമായിട്ടുള്ളൊരു മുൻവ്യവസ്ഥയായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. മനുഷ്യാവകാശങ്ങളുടെ വ്യാപ്തി ഓരോ സമയത്തും വികസിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. കൂടാതെ ജനങ്ങളുടെ ജീവിതമായിട്ട് ഡയറക്റ്റായിട്ടോ അല്ലാതെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 1948 ഡിസംബർ 10 നമുക്ക് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് ആഗോളതലത്തിൽ നമ്മൾ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയാം. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു മനുഷ്യാവകാശം എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് 1948 ഡിസംബർ 10. ഇപ്പോഴും നമ്മൾ ഡിസംബർ 10 തന്നെയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇൻവിയോളബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അല്ലെങ്കിൽ നിഷേധിക്കാനാവാത്ത അവകാശങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആണ് നൽകുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നിയമപരമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയൊക്കെ നടപടിയുടെ ഒരു ഭാഗമായിട്ടോ നമുക്ക് ലഭിക്കേണ്ടതൊന്നല്ല എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാ ഹ്യൂമൻ ബീങ്സും എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല ഓരോ മനുഷ്യനും അവകാശങ്ങൾ തുല്യമായിട്ട് തന്നെയാണുള്ളത്. ഈ അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അത് ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല നമ്മുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു നമ്മുടെ എമർജൻസീൻ്റെ ഒക്കെ ടൈമിൽ, അതായത് നമ്മുടെ എന്താ പറയുക അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഈ അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആഭ്യന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്ന സമയത്തൊക്കെ മനുഷ്യാവകാശങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തും. പക്ഷെങ്കിലും ഈ അവകാശങ്ങൾ നിഷേധിക്കാനാവാത്ത വിധത്തിൽ തുടർന്ന രീതിയിലല്ല ചെയ്യുന്നത്. എനിക്ക് രണ്ടാമതായിട്ട് പറയുന്ന സവിശേഷത എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ ഇൻ നേച്ചർ എന്നുള്ളതാണ്. അതായത് മനുഷ്യാവകാശങ്ങൾ സാർവത്രികമായിട്ടുള്ള സ്വഭാവമുള്ളതാണ്. അതായത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള മനുഷ്യാവകാശങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആളുകൾക്കായാലും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് ലഭിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ്. അതിപ്പോൾ ജനനത്തിൻ്റെ കാര്യമാണെങ്കിൽ സ്ഥലം, ഭാഷ, ജാതി, മതം, സോഷ്യൽ സ്റ്റാറ്റസ്, അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടൊക്കെ ആയിട്ട് ഒരു വ്യക്തിയെ മനുഷ്യാവകാശങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തടയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഈ സാർവത്രികമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത ഒരു അന്താരാഷ്ട്ര ലെവലിൽ അവകാശവാദമാക്കിയിട്ടാക്കിയാണ് മാറ്റുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ദീസ് റൈറ്റ്സ് ആർ ഇൻഡിവിസിബിൾ, ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻ്റർകണക്റ്റഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ അവകാശങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതുമാത്രമല്ല പരസ്പരം കണക്ട് ചെയ്തിട്ട് പരസ്പരം ആശ്രയിച്ചിട്ട് കഴിയുന്ന ഒരു അവകാശം കൂടിയാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. മനുഷ്യാവകാശങ്ങൾ സ്വതന്ത്രമായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്ന രീതിയിലല്ല. അല്ലേ, നമ്മൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പ്രാധാന്യമില്ല എങ്കിൽ കൂടെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോ ദിവസവും പല ആളുകളുമായിട്ട്
ഒരു കണക്റ്റഡാണ് അല്ലെങ്കിൽ ഡിപ്പെൻഡഡ് ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഓക്കെ, ഏതൊരു അവകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും എന്താണ് മറ്റൊരു അവകാശത്തിൻ്റെ പ്രാധാന്യമില്ല അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് മനുഷ്യാവകാശത്തിൻ്റെ കാര്യമാണെങ്കിൽ ഓരോ ആളുകൾക്കും അവരുടേതായ രീതിയിലുള്ള അവകാശങ്ങൾ ഉണ്ട്. ഈ ഒരു വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ട് തരംതിരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമുക്ക് പല സമയത്തുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലൊക്കെയാണെന്നുള്ള രീതിയിൽ നമുക്ക് തരംതിരിക്കാം. എങ്കിൽ കൂടുതൽ എന്താണ് നമുക്ക് മറ്റൊന്നിനേക്കാൾ പ്രാധാന്യമുള്ള ഈ ഒരു സംഭവത്തിനാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിൽ തർക്കിക്കാൻ പറ്റില്ല. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് 3 ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഈ ഒരു റെവല്യൂഷനെ, വിപ്ലവത്തിനെ 3 ജനറേഷൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സിവിൽ, രാഷ്ട്രീയ അവകാശങ്ങൾ എന്നുള്ള രീതിയിലൊക്കെയാണ് തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ. ഈ അവകാശങ്ങൾ ഒരു 18ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്ന ജനറേഷനിൽ അവകാശങ്ങളുടെ വികാസത്തെക്കുറിച്ചിട്ട് സ്വാധീനിച്ചിട്ടുള്ള പ്രധാന സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഇംഗ്ലീഷ് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ എന്നിവയൊക്കെയാണ് അതിൽ പറയുന്നത്. ഈ അവകാശങ്ങൾക്ക് പിന്നിലെ പ്രധാന തത്വങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഒരു ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതിൽ അവർക്ക് പ്രധാനമായിട്ട് ജീവിക്കാനുള്ള അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, സ്വത്ത്, ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ജനറേഷനിലെ പ്രധാന അവകാശങ്ങളായിട്ട് പറയുന്നത്. ഈ അവകാശങ്ങൾ നെഗറ്റീവ് അവകാശങ്ങളായിട്ടൊക്കെയാണ് സങ്കല്പിക്കുന്നത് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അവകാശം അല്ലെങ്കിൽ ഒരാളുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുമ്പം മറ്റൊരാൾ അതിനെ ഒരു കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു നിയന്ത്രണമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു ജനറേഷനിൽ പ്രധാനമായിട്ടും അവകാശങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, സോഷ്യലായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, സാംസ്കാരികപരമായിട്ടുള്ള അവകാശങ്ങൾ, ഇങ്ങനെയെക്കുറിച്ചൊക്കെയാണ് 2ാമത്തെ ജനറേഷനിൽ പറയുന്നത്. ഈ ഒരു ആശയത്തോടെയാണ് 2ാമത്തെ ജനറേഷനിൽ പറയുന്നത് കേട്ടോ. ആരോഗ്യത്തിനുള്ള അവകാശം, ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, സാമൂഹികപരമായിട്ട് സുരക്ഷയ്ക്കുള്ള അവകാശം എന്നിവയൊക്കെ 2ാമത്തെ ഈ ഒരു ജനറേഷനിലെ സവിശേഷതകൾ അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അവിടെയുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ചില വിഷയങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ അവിടുത്തെ സ്റ്റേറ്റിൻ്റെ മേലിൽ അവകാശങ്ങൾ ഉന്നയിക്കുന്നത് ഈ ഒരു അവകാശങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു അവകാശങ്ങളൊക്കെ ആയിട്ടാണ് പറയുന്നത്. ഇനി പറയുന്നത് നമ്മുടെ 3rd ജനറേഷനെ കുറിച്ചിട്ടൊക്കെയാണ്. 3ാമത്തെ ഒരു ജനറേഷനിൽ അവകാശങ്ങളിൽ കൂടുതലായിട്ടും പറയുന്നത് ഫ്രാറ്റേണിറ്റി, അതായത് സാഹോദര്യം, അങ്ങനെയുള്ളൊരു ടേം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആശയത്തേക്കാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഈ സൗഹാർദ്ദപരമായിട്ടുള്ള അവകാശങ്ങൾ എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ പോലെയൊക്കെയുള്ള വികസ്വര രാജ്യങ്ങളുടെയും അതേപോലെ പുതുതായിട്ട് കോളനിവൽക്കരിക്കപ്പെടുന്ന രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിലാഷങ്ങളെയാണ് ഈ ഒരു അവകാശങ്ങളിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ അവകാശങ്ങൾ കൂട്ടായിട്ടുള്ള അവകാശങ്ങളാണ്. അതേസമയം ആദ്യത്തെ 2 തലമുറകളും അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിലവർ പറയുന്നത് കുറച്ചും കൂടെ ഒരു സോഷ്യലായിട്ട്, അതായത് ഒരുപാട് ആളുകൾ കൂട്ടിച്ചേർന്നിട്ടുള്ള കൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് പറയുന്നത്. അതിലൂടെ സമാധാനത്തിനുള്ള അവകാശം, വികസനത്തിനുള്ള അവകാശം, സ്വയം നിർണയത്തിനുള്ള അവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 3rd ജനറേഷനിലുള്ള അവകാശങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. അത് നമ്മൾ UDHR എന്ന് പറയും കേട്ടോ. ലോകത്തിൽ ഉള്ള അത്രയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്
പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ അന്താരാഷ്ട്ര രേഖയാണ് ഈ UDHR എന്ന് പറയുന്നത്. അതായത് ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടൊന്നും പ്രവർത്തിക്കുന്നതല്ല എന്നർത്ഥം. എല്ലാ രാജ്യങ്ങളിലും മനുഷ്യാവകാശ സംരക്ഷണം ലക്ഷ്യമിട്ടിട്ട് ഒരു ഏകീകൃത കരാറിൽ ഒത്തുചേർന്നിട്ടാണ് ഇതിനെ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലാക്കിയിട്ടുള്ളത്. അത് 1948 ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതായത് 1948 UN-യുടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഇത് ആദ്യം അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വ്യക്തികളുടെ അടിസ്ഥാന അവകാശങ്ങൾ വിശദീകരിക്കുന്ന രീതിയിൽ ഒരു 30ാമത്തെ ആർട്ടിക്കിളിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. മാത്രമല്ല അവകാശങ്ങളില്ലാതെ ഒരാൾക്കും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എല്ലാ ജനങ്ങളുടെയും ഒരു ഈക്വാലിറ്റിയാണ് UDHR നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 1948 ഡിസംബർ 10 ഇതിനുള്ള അംഗീകാരം ലഭിക്കുന്നത്. അങ്ങനെ സംഭവം നമ്മുടെ UDHRലെ ഏറ്റവും ഒരു ട്രാൻസിഷൻ പീരീഡ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്കായിട്ട് തന്നെ ഡേറ്റിനെയാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഡിസംബർ 10 നമ്മൾ ആചരിക്കുന്നതും. പിന്നീട് UDHR തുടർച്ചയായിട്ട് 1966 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം 1976 ബില്ലിനെ അംഗീകരിക്കുന്നത്. UDHRന്ന് ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങളും പിന്നീട് നമ്മുടെ ലോകത്തിലെ തന്നെ പല ഭരണഘടനകളിലും നിയമവ്യവസ്ഥയിലൊക്കെ സ്വീകരിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. UDHR ആൻഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. UDHR എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് പറയുന്നത്. ഈ UDHRൽ അംഗത്വം സ്വീകരിച്ചിട്ടാണ് മനുഷ്യാവകാശ സംരക്ഷണവുമായിട്ട് ഒരുപാട് ചർച്ചകളിലും കാര്യങ്ങളിലൊക്കെ ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിൽ ഒരു പിന്തുണ നൽകിയിട്ടുള്ളത്. UDHRൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭരണഘടനയുടെ 3-4 ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് മൗലികാവകാശങ്ങളിൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ളൊരു അവകാശം, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പദവി പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും നൽകുന്ന ഒരു ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ എന്നിവയൊക്കെയാണ് ഉറപ്പ് നൽകുന്നത്. ഈ അവകാശങ്ങൾ ഭരണഘടനയിലൂടെ നമുക്കൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നീതിയുക്തമായിട്ടുള്ളൊരു അവകാശങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള മിക്ക മൗലിക അവകാശങ്ങളും UDHRൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. UDHRൻ്റെ ആർട്ടിക്കിളുകൾ നമ്മുടെ സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വത്തിലും നമുക്ക് കാണാൻ സാധിക്കും. നിയമസഹായത്തിനുള്ള അവകാശങ്ങൾ, ജോലി ചെയ്യുന്നതിനുള്ള അവകാശങ്ങൾ, തുല്യ ജോലിക്ക് തുല്യ വേതനം വേണം എന്നുള്ള അവകാശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. UDHRൻ്റെയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര ഉടമ്പടികളുടെയൊക്കെ ആത്മാവായിട്ടാണ് 1993 സ്ഥാപിതമായിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയിലെ മനുഷ്യാവകാശത്തിൻ്റെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനൊക്കെ ആയിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ബോഡി നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചിട്ടാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ലിംഗസമത്വം. മനുഷ്യാവകാശങ്ങളിൽ ഒന്നായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നായിട്ടാണ് ജെൻഡർ ഈക്വാലിറ്റിയെ കണക്കാക്കുന്നത് കേട്ടോ. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം എല്ലാ ലിംഗത്തിലുള്ള ആളുകൾക്കും, അതായത് ഇപ്പോൾ
ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിലാണെങ്കിൽ സ്ത്രീ പുരുഷൻ മാത്രമല്ലല്ലോ, ഒരുപാട് അതായത് ഒരുപാട് ജെൻഡറുകൾ ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. സോ ഏതൊരു ജെൻഡറിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് തുല്യമായിട്ടുള്ളൊരു സമത്വമാണ് കണക്കാക്കുന്നത്. സോ ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഏതൊരു ജെൻഡർ ആണെങ്കിലും എല്ലാ ആളുകൾക്കും ഒരേപോലത്തെ ഈക്വലായിട്ടുള്ള വാല്യൂ ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്. അതായത് നമ്മുടെ പറയില്ലേ, തുല്യമായിട്ടുള്ള മൂല്യം, അന്തസ്സൊക്കെ ഏതൊരു വ്യക്തിക്കും ഉണ്ട്. അത് ഓരോ മനുഷ്യൻ്റെയും അവകാശമായിട്ടാണ് കാണുന്നത്. അതായത് ഒരു പ്രത്യേക ഒരു ജെൻഡറിലുള്ള ആളാണ്, അവരിനെ പ്രത്യേകിച്ചൊരു അന്തസ്സില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ല എന്നുള്ള രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ഈ ജെൻഡറിലുള്ള ആളുകളും എന്താണ്, ഈക്വലായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു ജെൻഡറിലുള്ള ആളാണെങ്കിലും അവർക്ക് ഈക്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈക്വലായിട്ട് തന്നെ അസസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ റിസോഴ്സസിൻ്റെ കാര്യങ്ങളാണെങ്കിലോ, ഫ്രീഡം, ഓപ്പർച്യൂണിറ്റീസ്, ഏതൊരു കാര്യമാണെങ്കിലും എല്ലാ ലിംഗത്തിലുള്ള ആളുകൾക്കും ഒരേപോലെ തന്നെയാണ് ലഭ്യമാക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലിംഗസമത്വത്തിന് ഒരു വലിയൊരു വൈഡായിട്ടുള്ളൊരു മീനിങ് തന്നെ ഇപ്പോൾ നമുക്കുണ്ട്. അതിൽ സ്ത്രീക്കും പുരുഷന്മാർക്കും ഇടയിൽ ഒരു പരിഗണന നമുക്ക് നൽകാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് പോലെയുള്ള ആളുകൾക്കാണെങ്കിലും ഈ സ്ത്രീക്കും പുരുഷനും ലഭിക്കുന്ന രീതിയിലുള്ള തുല്യമായിട്ടുള്ളൊരു പരിഗണന തന്നെയാണ് നൽകേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഏതൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്തും നേരത്തെ ആണെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള 2 കോളമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും അതർ എന്ന് പറയുന്ന ഒരു കോളം കൂടെ, അല്ലേ? അത് ഈ ഒരു ഈക്വാലിറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ആദ്യം മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതാണെങ്കിൽ അതിലേതെങ്കിലും ഒന്നിൽ ടിക്കിട്ടാൽ മതി. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു അതർ എന്നുള്ള കോളം വരുന്നതോടെ അവർക്ക്, അതായത് ഇപ്പോൾ മറ്റു ലിംഗത്തിലുള്ള ആളുകൾക്ക് ആണെങ്കിൽ കൂടെ അവർക്കൊരു പരിഗണന ലഭിച്ചിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. സോ അത്രയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ നിലയ്ക്കും എല്ലാ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കാണെങ്കിലും ഒരു ജെൻഡർ ഈക്വാലിറ്റി ഒരേപോലെ തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് പറയുന്നത് UN ആൻഡ് വുമൻസ് റൈറ്റ്. ഇപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് UN ഒരു കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഡിസംബർ 10, അതായത് 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ ഈ ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെ ഭാഗമാക്കുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും സ്വതന്ത്രനാണെന്നുള്ളതും എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള വാല്യൂകളും എല്ലാം നൽകണം. എല്ലാ ആളുകളും തുല്യരായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുല്യരായിട്ട് തന്നെ ജീവിക്കട്ടെ എന്നുള്ളൊരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഈ ഒരു UN അവകാശ പ്രഖ്യാപനത്തിലൂടെ കൂടെയായിരുന്നു. അതിലിപ്പോൾ പ്രത്യേകിച്ചൊരു ജെൻഡറിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ജാതി, ഏത് ജാതിയാണെങ്കിലും ഏത് കളറുള്ള ആളാണെങ്കിലും ഏത് വംശത്തിലുള്ള ആളാണെങ്കിലും അങ്ങനെയുള്ള ഏത് കാരണങ്ങളാലും ജനങ്ങളോട് ഏതൊരു തരത്തിലുള്ളൊരു ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചനം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിലെടുത്ത് പറയുന്നതാണ് കേട്ടോ ഈ ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് അതൊക്കെ പറയുന്നത്. അതായത് ഒരു ലിംഗഭേദം പോലുള്ള ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ പരിഗണിക്കാതെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം, ഒരു വ്യക്തികൾക്കും അവരുടെ വാല്യൂസ്, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. 1975 മെക്സിക്കോയിലാണ് ആദ്യത്തെ വുമൻസിൻ്റെ, അതായത് വനിതാ അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നത് കേട്ടോ. സോ ഈ ഒരു ഇയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്.
UN ഫസ്റ്റായിട്ട് വുമൻസ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് മെക്സിക്കോയിൽ നടന്നിട്ടുള്ളത് 1975 ഓക്കെ. അതേ വർഷം തന്നെ അതിൻ്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഘോഷം തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നീട് 1976 മുതൽ 1985 വരെ അന്താരാഷ്ട്ര വനിതാ ദശകമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കൺവെൻഷൻ. അങ്ങനെ അന്താരാഷ്ട്ര വനിതാ അവകാശ ബിൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് 1979 UN ജനറൽ അസംബ്ലി അംഗീകരിച്ചിട്ടുള്ളത്. 1995 ബീജിങ്ങിൽ നടന്നിട്ടുള്ള 4ാമത്തെ വനിതാ ലോക സമ്മേളനത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ മനുഷ്യാവകാശ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ പദവിയെക്കുറിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കമ്മീഷൻ പിന്നീടാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ. സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ അവകാശ ലംഘനങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് UN ഒരുപാട് ശ്രമങ്ങളൊക്കെ ഈ ഒരു സമയങ്ങളിൽ നടത്തിയിട്ടുണ്ട്.